بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين سيدنا ونبينا ومولانا محمد وعلى آله وأصحابه وأتباعه إلى يوم الدين. أما بعد. സൂർ എന്ന കാഹളം, അതിനുള്ള ഒന്നാമത്തെ ഊതിൽ, രണ്ടാമത്തെ ഊത്ത്, ഒന്നാം നഫ്ഹത്തിൽ ഉണ്ടാകുന്ന നശീകരണം, നാശം, രണ്ടാം നഫ്ഹത്തിലുണ്ടാകുന്ന പുനഃസൃഷ്ടി, അതിനെ സംബന്ധിച്ചെല്ലാമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അവസാന നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് പറഞ്ഞാണ് നിർത്തിയത്. ആ നഫ്ഹത്തിനെ നിങ്ങൾ സൂക്ഷിക്കണം. ഫത്തഖുൻ നഫ്ഹത്ത, അതിനെ ഭയപ്പെട്ട് കഴിഞ്ഞുകൂടണം എന്ന സ്ഥലത്താണ് നമ്മൾ നിർത്തിയത്. ഫതഫക്കർ ഫിൽ ഖലാഇഖി, നീ സൃഷ്ടികളുടെ വിഷയത്തിൽ ചിന്തിക്കുക. ഫതഫക്കർ ഫിൽ ഖലാഇഖി, ഈ സൃഷ്ടികളുടെ വിഷയത്തിൽ നീ ചിന്തിക്കുക. വദുല്ലിഹിം, അവരുടെ നിസാരതയുടെ വിഷയത്തിലും, വൻകിസാരിഹിം, അവരുടെ തോൽവിയുടെ വിഷയത്തിലും, അല്ലാഹുവിന്റെ മുമ്പിൽ അവർ തോറ്റിരിക്കുക. വസ്തികാനത്തിഹിം, അവരുടെ കീഴടങ്ങലിലും നീ ചിന്തിക്കുക. ഇൻദൽ ഇംബിആസി, ഈ ബഅസിന്റെ അവസരത്തിൽ, അങ്ങോട്ടൊക്കെ ആട്ടി ഓടിച്ച് പോകുന്ന അവസരത്തിൽ, മഹ്ശറിലേക്ക്. ഖൗഫം മിൻ ഹാദിഹി സഅഖതി, അവർ കീഴ് ഒതുങ്ങുന്നത് എന്തിന്റെ പേരിലാണ്? അവര് നിസാരരാകുന്നത്, തോൽക്കുന്നത്, അത് ഖൗഫൻ, ഭയപ്പെട്ടതിന് വേണ്ടി, മിൻ ഹാദിഹി സഅഖതി, ഈ അട്ടഹാസത്തിൽ ഭയപ്പെട്ടതിന് വേണ്ടി. വന്തിലാറൻ ലിമാ യുഖ്ലാ അലൈഹി, വന്തിലാറൻ ലിമ, ഒന്നിനെ പ്രതീക്ഷിച്ചതിന് വേണ്ടിയും, യുഖ്ലാ, ആ ഒന്നിന്റെ മേലാണ് വിധി കൽപ്പിക്കപ്പെടുന്നത്. ആ ഒന്ന് എന്താണ്? മിൻ സഹാദത്തിന്, ഒന്നുകിൽ വിജയം, ഔ ഷക്കാവത്തിനല്ല, അള്ളാഹു കാത്തിരിച്ചു പരാജയം. പാന്ത ഫീമാ ബൈനും, നീയും അവരുടെ ഇടയിൽ, മുൻകസിറുൻ, നീയും അവരുടെ കൂട്ടത്തിൽ തോറ്റിരിക്കുന്നവനാണ്. കങ്കിസാരിഹിം, അവർ തോറ്റതുപോലെ നീയും തോറ്റിരിക്കുകയാണ്. മുത്തഹയ്യിറുൻ കതഹയ്യിരിഹിം, നീ പരിഭ്രാന്തനാണ്. കതഹയ്യിരിഹിം, അവര് പരിഭ്രാന്തിയായതുപോലെ നീയും പരിഭ്രാന്തനാണ്. ബൽ, എന്നല്ല, ഇൻ കുന്ത, നീ ആണെങ്കിൽ, ഫിദ്ദുന്യ, ദുന്യാവിൽ നീ ആയിരുന്നു, മിനൽ മുതറഫിഹീന, സുഖജീവിതം നയിക്കുന്നവരിൽപ്പെട്ടവനായിരുന്നു. വൽ അഗ്നിയാഇൽ മുതനഅ്മിന, അങ്ങനെ ആസ്വദിച്ചു കഴിഞ്ഞുകൂടുന്ന സമ്പന്നരിൽപ്പെട്ടവനായിരുന്നു എങ്കിൽ, മുലൂക്കുൽ അർളി, ഭൂമിയിലെ അത്തരം രാജാക്കന്മാർ, ഫീ ദാലിക്കൽ യൗമി, ആ ദിവസം, അദല്ലു അഹ്ലി അർദിൽ ജംഇ, അർദുൽ ജംഇ, ജംഇന്റെ ഭൂമി, മഹ്ശറിൽ വന്നുകൂടുന്ന ആൾക്കാരിൽ ഏറ്റവും നിന്ദ്യരായിരിക്കും. അസ്ഗറുഹും, അവരിൽ ഏറ്റവും ചെറുതുമായിരിക്കും, വലിപ്പം ഉണ്ടാവില്ല. വഹ്കറും, അവരിൽ ഏറ്റവും നിസാരരായിരിക്കും. യുവത്തഊന, അവരെ ചവിട്ടി മെതിക്കപ്പെടും. ബിൽ അഖ്ദാമി, കാലുകളെ കൊണ്ട്. മിസ്ല ദുർദി, ചെറിയ എറുമ്പുകളെ ചവിട്ടി മെതിക്കുന്ന പോലെ അള്ളാഹു നമ്മളെ രക്ഷിക്കുമാറാകട്ടെ. വഇൻദ ദാലിക, ആ അവസരത്തിൽ, തുഖ്ബലുൽ വുഹൂശു, വഹ്ശികളെല്ലാം, വഹ്ശികൾ, തുഖ്ബിലുൽ വുഹൂശു, വഹ്ശികൾ മുന്നിടും, അല്ലെങ്കിൽ തുഖ്ബലുൽ വുഹൂശു, വഹ്ശികളെ മുന്നിടിക്കപ്പെടും. പിന്നെ വന്യമൃഗങ്ങളെയും ഇഴജന്തുക്കളെയും എല്ലാം, മിനൽ ബറാരി, മരുഭൂമികളിൽ നിന്നും, വൽ ജിബാലി, മലകളിൽ നിന്നുമെല്ലാം, വന്യജീവികളും അതുപോലെ തന്നെ ഇഴജന്തുക്കളുമെല്ലാം അതിനെ മുന്നിടിക്കപ്പെടും. മുനക്കസത്തൻ റുഊസുഹ, അവകളിലെല്ലാം ശിരസുകൾ താഴ്ത്തപ്പെട്ടതായിരിക്കും. മുഖ്തലത്തൻ ബിൽ ഖലായിഖി, മറ്റു സൃഷ്ടികളോട് കൂടിക്കലർന്നായിരിക്കും അവകൾ കഴിയുക. സാധാരണ വന്യമൃഗങ്ങൾ, മരുഭൂമിയിലുള്ളവരൊക്കെ മറ്റ് മനുഷ്യരുമായിട്ടൊന്നും കൂടിക്കലരുകയില്ല, പക്ഷെ മഹ്ശറയിൽ കൂടിക്കലർന്നായിരിക്കും കഴിയുക. ബാദ തവഹുഷിഹ, അവരാദ്യം വഹ്ശത്തിലായിരുന്നു, ഒറ്റയ്ക്കായിരുന്നു, ഏകാന്തതയിലായിരുന്നു, കൂടിക്കലറിലില്ലായിരുന്നു. പക്ഷെ മഹ്ശറ വരുമ്പോൾ ഇതെല്ലാം ഉണ്ടാകും. ദലീലത്തൻ, അവകളും നിന്ദ്യമായതായിരിക്കും, കീഴടങ്ങിയതായിരിക്കും. ലിയോമിൻ നുഷൂർ, നുഷൂറിന്റെ ദിവസത്തിന് വേണ്ടി, ജനങ്ങളെ ഒരുമിച്ച് കൂട്ടുന്ന ആ ദിവസത്തിന് വേണ്ടി അവകളെല്ലാം, അതിന്റെ പേരിൽ എല്ലാം പേടിച്ച് അവകൾ തല താഴ്ത്തി നിന്ദ്യരായി കഴിഞ്ഞുകൂടും. മിൻ ഗൈരി ഖത്തിയത്തിൻ തദന്നസത് ബിഹ, അവകൾക്ക് ഒരു പാപമുണ്ടായതിന്റെ പേരിലല്ല, ആ പാപം കൊണ്ടവർ
അഴുക്ക് പുരണ്ടവരായി, പാപാഴുക്ക് പുരണ്ടവരായി. അങ്ങനെയല്ല, അവകൾക്ക് പാപമൊന്നുമില്ല. വലാക്കിൻ ഹസറത്തുവും, പക്ഷേ അവരെ ഒരുമിച്ച് കൂട്ടി ശിദ്ദത്തു സാക്കത്തി, ആ കഠിനമായ അട്ടഹാസം, അതിന്റെ കാഠിന്യത. ഹൗലുൻ നഫ്ഹത്തി, ആ നഫ്ഹത്തിന്റെ ഭയാനകത. വശകലഹും ദാലിക, അവരെ അത് ജോലിയാക്കി. അനിൽ ഹർബി മിനൽ ഹൽക്കി, സിട്ടുകളിൽ നിന്നും ഓടി പോകുന്നതിൽ നിന്നും ജോലിയാക്കി. സാധാരണ അവർ ഓടിപ്പോകലാണ് പതിവ്, കാട്ടിലുള്ളവർ. മിന്നും, സിട്ടികളിൽ നിന്നും വഹ്ശത്തിൽ, ഏകാന്തത്തിൽ കഴിഞ്ഞുകൂടുന്ന കഴിഞ്ഞുകൂടുന്നതിനെ തൊട്ട് അവരെ അത് ജോലിയാക്കി. അവർക്കിപ്പോൾ ആ ചിന്തയൊന്നുമില്ല. എല്ലാം യജമാനനായ അള്ളാഹുവിന്റെ മുമ്പിൽ സിട്ടുകളെല്ലാം ഒരുമിച്ച് കൂടുകയാണ്. വദാലിക ഖൗലുഹു തആല വഇദൽ വുഹൂശു ഹുസിറത്, വഹ്ശുകളെ, ഇഴജന്തുക്കളെയും വന്യമൃഗങ്ങളെയും ഹുസിറത്ത്, ഒരുമിച്ച് കൂട്ടപ്പെട്ടാൽ, ഇതാണ് ഉദ്ദേശം. സുമ്മ, പിന്നീട് ഉഖ്ബിലത്തി ഷയാത്തിനു, പിശാചുക്കളെ മുന്നിടിക്കപ്പെടും. അൽ മർദത്തു, മർദത്തുകളായ പിശാചുക്കളെ, അനുസരണഘട്ടവന്മാരായ പിശാചുക്കളെ മുന്നിടിക്കപ്പെടും. ബാധ തമറുദ്യ, അവകളുടെ അനുസരണക്കേടിന് ശേഷം, അഥവാ അവർ ഇത്രയും കാലം അനുസരണക്കേടിലായിരുന്നു. വഉതുവ്വിഹ, അവകളുടെ അഹങ്കാരത്തിന് ശേഷം ഇപ്പോൾ അവകളെ ഒരുമിച്ച് കൂട്ടപ്പെടും. വദഅനത്ത്, അവകൾ കീഴൊതുങ്ങും. ഖാശിഅത്തൻ, ഭയപ്പെട്ടിട്ട്. മിൻ ഹൈബത്തിൽ അർദി, അർദിന്റെ ഭയത്തിനാൽ. അർദ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ മുമ്പിൽ വെളിവാക്കുക. അലല്ലാഹി, അള്ളാഹുവിന്റെ മുമ്പിൽ വെളിവാക്കുന്നതിന്റെ ആ പേടിയിൽ ഭയവിഹ്വലരായി അവകൾ കീഴൊതുങ്ങും. തസ്ദീഖൻ ലിഖൗലിഹി തആല, ഇതും അള്ളാഹുവിന്റെ ഈ ഖൗലിന്റെ തസ്ദീഖാണ്. ഫവറബ്ബിക ലനഹ്ശുറന്നഹും വശയാതീന സുമ്മ ലനുഹ്ളിറന്നഹും ഹൗല ജഹന്നമ ജിസിയ്യാ. ഫവറബ്ബിക, നിന്റെ രക്ഷിതാവിനെ തന്നെ സത്യം. ലനഹ്ശുറന്നഹും, അവരെ നാം ഒരുമിച്ച് കൂട്ടുക തന്നെ ചെയ്യും. വശയാതീന, പിശാചുക്കളെയും. സുമ്മ, പിന്നീട് ലനുഹ്ളിറന്നഹും, അവരെ നാം ഹാജരാക്കും. ഹൗല ജഹന്നമ, ജഹന്നമിന്റെ ചുറ്റിലും. ജിസിയ്യ, മുട്ടിൽ ഇഴഞ്ഞവരായ നിലയിൽ. അല്ലാഹു നമ്മളെ രക്ഷിക്കട്ടെ. തഫക്കർ, നീ ചിന്തിക്ക്. ഫി ഹാലിക, നിന്റെ അവസ്ഥയെക്കുറിച്ച്. ഹാലി കൽബിക, നിന്റെ കൽബിന്റെ അവസ്ഥയെക്കുറിച്ച്. ഹുനാലിക, അവിടെ എന്തായിരിക്കും നിന്റെ അവസ്ഥ. സിഫത്തു അർളിൽ മഹ്സരി, മഹ്സറ ഭൂമിയുടെ വിശേഷണം അതെങ്ങനെയായിരിക്കും. വാഹിദി, അവിടെയുള്ള ആൾക്കാരുടെയും അതെങ്ങനെയായി. സുമ്മന്നൂർ, നീ ചിന്തിക്ക്. കൈഫ യുസാഖുന്, എങ്ങനെയായിരിക്കും അവരെ തെളിച്ചു കൊണ്ടുപോകപ്പെടുന്നത്. സൃഷ്ടികളെ ബാദൽ ബാസി, ഈ പുനരുദ്ധരിച്ചതിനു ശേഷം അങ്ങോട്ട് കൊണ്ടുപോകുന്നവൻ. നുശൂരി, ഒരുമിച്ച് കൂട്ടിയതിനു ശേഷം ഇവരെ കൊണ്ടുപോകുന്നത് എങ്ങനെയായിരിക്കും എന്ന് ചിന്തിക്കുക. അതിന്റെ ഭയാനകത. ഹുഫാത്തൻ ഉറാത്തൻ ഊർല, നഗ്നബാധരായ നിലയിൽ, തുണി ഉടുക്കാത്തവരായ നിലയിൽ. ഊർല, ചേലാകർമ്മം ചെയ്യാത്തവരായ, സുന്നത്ത് കർമ്മം ചെയ്യാത്തവരായ നിലയിൽ. ഇല അർദുൽ മഹ്സർ, അർദുൽ മഹ്സറിലേക്ക് അവരെ എങ്ങനെയായിരിക്കും തെളിച്ചു കൊണ്ടുപോകപ്പെടുന്ന ആ രംഗം ഒന്ന് ഓർക്ക്. അള്ളാഹു നമ്മളെ രക്ഷിക്കട്ടെ. അർദിൻ ബൈളാ, വെളുത്ത ഒരു സൈസ് ഭൂമിയാണ്. കാഹിൻ സഫ്സഫിൻ, സമനിരപ്പായതാണ്. ലാ തറാഫിയ ഇബജൻ, അവിടെ ഒരു വളവ് നീ കാണുകയില്ല. വല അംദ, ഒരു ഉയർച്ചയും താഴ്ചയും ഒന്നും നീ കാണുകയില്ല. വല തറാ അലി, അതിൽ നീ കാണുകയില്ല. റബുവത്തൻ, ഉയർന്ന മണൽ കൂമ്പാരം അല്ലെങ്കിൽ കുന്നുകളെ നീ കാണുകയില്ല. എങ്ങനത്തെ കുന്ന്. യഖ്തഫിൽ ഇൻസാനു വറാഅ, അതിന്റെ പിന്നിൽ മനുഷ്യന് ഒളിച്ചിരിക്കാൻ കഴിയും, അതുണ്ടാവുകയില്ല. വലാ വഹദത്തൻ, ഒരു കുഴിയും നീ കാണുകയില്ല. യൻഖഫിദു അനിൽ അയുനി, കണ്ണുകളെ തൊട്ട് അവർ താഴ്ന്നിരിക്കും. ഫി, ആ കുഴിയിൽ. അങ്ങനത്തെ ഒരു കുഴിയുമില്ല, നിരപ്പായിരിക്കും. ആർക്കും ആരുടെ മുമ്പിൽ മറയാൻ പറ്റുകയില്ല. ബൽ മറിച്ച് അത് സഈദുൻ വാഹിദുൻ, ഒറ്റ ഒരു ഭൂമുഖമായിരിക്കും. ബസീത്തുൻ, നിരപ്പായത്. ലാ തഫാവുത്ത ഫീഹി, അവിടെ ഒരു ഏറ്റക്കുറച്ചിലില്ല. യുസാഖൂന ഇലൈഹി സുമറ, അതിലേക്ക് ജനങ്ങളെ തെളിച്ചു കൊണ്ടുപോകപ്പെടും. സുമറ, സംഘമായ നിലയിൽ. ഫസുബ്ഹാന മൻ, ഒരു രക്ഷിതാവ് എത്രയോ പരിശുദ്ധൻ. ജമാഅൽ ഖലായിക, അവൻ സൃഷ്ടികളെ ഒരുമിച്ച് കൂട്ടുന്നവനാണ്. മിൻ ഇഖ്തിലാഫി അസ്നാഫി, അവരുടെ ഇനങ്ങൾ വ്യത്യസ്തമായതോടുകൂടെ വ്യത്യസ്തങ്ങളായ ഇനങ്ങളിൽ നിന്നും ഒരുമിച്ച് കൂട്ടുന്നവനാണ്. മിൻ അഖ്താരിൽ അർദി, ഭൂമിയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഒരുമിച്ച് കൂട്ടുന്നവനാണ്. ആ രക്ഷിതാവ് എത്രയോ പരിശുദ്ധൻ. ഇത് സാഖഹും, അവരെ അള്ളാഹു തെളിച്ചു കൊണ്ടുപോകുന്ന അവസരത്തിൽ ബിർ റാജിഫത്തി, റാജിഫത്ത് കൊണ്ട് തെളിച്ചു കൊണ്ടുപോകുന്ന അവസരത്തിൽ, ആ അവസരം തത്ബഹുഹർ റാദിഫത്തു, അതിന്റെ പിന്നിൽ റാദിഫത്ത് അതിനെ പിന്തുടരും. റാജിഫത്താണ് തെളിച്ചു കൊണ്ടുപോകാനുള്ള തുടക്കം, ഒന്നാമത്തെ ഊത്ത്.
ഔത്താണ് അവർ തെളിച്ചു കൊണ്ടുപോകാൻ തുടങ്ങുന്നത്. തത്ബഉഹ റാദിഫത്തു, റാദിഫത്ത് അതിനെ പിന്തുടരും. അഥവാ ഒന്നാമത്തെ ഊത്തിൽ നശിച്ചിരിക്കുന്നത് എന്തിനാണ്? പിന്നെ തെളിച്ചുകൊണ്ട് പോകാനാണ്. തുടരെ പുറകെ തന്നെ രണ്ടാമത്തെ ഊത്തും വരും. വറാജിഫത്തു ഹിയൻ നഫ്ഖത്തുൽ ഊല, ഒന്നാമത്തെ ഊത്താണ്. വറാജിഫത്തു ഹിയൻ നഫ്ഖത്തു സാനിയ, അതാണ് അറാജിഫ തത്ബഉഹ റാദിഫ. റാജിഫത്ത് കൊണ്ട് തെളിക്കുക എന്ന് പറഞ്ഞാൽ തെളിക്കുന്നതിന്റെ മുഖവരുകൾ, ആമുഖങ്ങൾ, തുടക്കം. ഉടൻ തന്നെ റാദിഫത്ത് വരും തെളിച്ചുകൊണ്ട് പോകാൻ. ഹക്കീക്കുല്യത്തിൽക്കൽ കുലൂബി, കൽബുകൾക്ക് അർഹമാണ് അൻ തക്കൂന യൗമൻ, അന്നേ ദിവസം ആകൽ, വാജിഫത്തൻ പിടപിടയ്ക്കുന്നതാവൽ. വലി തിൽക്കൽ അബ്സാരി, ഈ കണ്ണുകൾക്ക് അർഹമാണ് അൻ തക്കൂന അവകളാകൽ, ഖാശിഅത്തൻ ഭയവിഹുലമായതാകൽ. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹ്.